എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്കോടെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ കൊച്ചൊരു മണി പേഴ്സാണ് കേട്ടോ ഇന്ന് തയ്ച്ചെടുക്കുന്നത്. നമുക്കിതുപോലെ നമ്മുടെ ചില്ലറ പൈസയൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ കുഞ്ഞൊരു മണി പേഴ്സ് കേട്ടോ. ഇത് പെട്ടെന്ന് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്നൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ക്വയറായിട്ട് ഒരു ചെറിയ പീസ് തുണി കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 10 ഇഞ്ച് നീളമാണ് വരുന്നത്. പിന്നെ വീതി ഇതിന് 6 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പേഴ്സിന് ഇച്ചിരി കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ സ്റ്റിഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഉപയോഗിക്കാം കേട്ടോ. ഇന്ന് എനിക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ചപ്പാത്തിയുടെയൊക്കെ പാക്കറ്റായിട്ട് വരുന്ന കവറുണ്ടല്ലോ, അത് നല്ല തുളച്ചൊക്കെ എടുത്താണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ആ ഒരു കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കവറിന് അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. തുണിയുടെ അളവിൽ തന്നെ ആ കവർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒരു 3-4 സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ആ ഒരു തുണിയും കവറുമായിട്ട് ഒന്നിച്ചിരിക്കുള്ളൂ, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ 3-4 സ്റ്റിച്ചിങ് ഇടയ്ക്കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ മണി പേഴ്സ് തയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ചപ്പാത്തിയുടെ കവറൊന്നും എടുക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഉണ്ടെങ്കിൽ ആ ഒരു കവർ എടുത്താലും മതി, അല്ലെങ്കിൽ സ്റ്റിഫ് ഉണ്ടെങ്കിൽ സ്റ്റിഫ് ഉപയോഗിക്കുക. സ്റ്റിഫ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ താഴ്വശത്ത് ഒരു ലൈനിങ് തുണിയും കൂടെ വെച്ചിട്ട് വേണം ഇതുപോലെ ഇടയ്ക്കൂടെ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുത്ത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ താഴ്വശത്ത് ലൈനിങ്ങും സ്റ്റിഫും ഒന്നും കൊടുക്കുന്നില്ല. ഈ ഒരു ചപ്പാത്തിയുടെ ആ കവർ മാത്രം വെച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം അതിങ്ങനെ നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കാം കേട്ടോ. രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും അതൊന്നും കൂടെ മടക്കുക. ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കി ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. ഇത് ചോക്ക് വെച്ച് വരച്ചിട്ടേ തെളിയുന്നില്ല കേട്ടോ. നമ്മുടെ ചപ്പാത്തിയുടെ കവറാകുമ്പോൾ അതിൽ ചോക്ക് തെളിയുന്നില്ല കേട്ടോ. റൗണ്ടായിട്ടൊന്ന് ഇതാ ചെറുതായിട്ടൊന്ന് വരച്ചിട്ട് ഇതാ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ വരും. ഇപ്പോൾ സൈഡ് ഇങ്ങനെ ഒരു റൗണ്ട് രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് രണ്ടായിട്ട് മടക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതാ കൈവച്ച് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചോക്കും കൊണ്ട് കറക്റ്റ് നടുക്ക് ഭാഗം ഇതുപോലെ ഒന്ന് 2 സൈഡും ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ. ഇതാ ഇങ്ങനെ അടയാളം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ നടുക്ക് ഭാഗത്തുനിന്ന് അതിൻ്റെ റൗണ്ടിൽ എത്ര വട്ടം ഉണ്ടെന്ന് ഇതുപോലെ നമുക്ക് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ അളന്ന് നോക്കണം. നമുക്കിവിടെ സിബ് പിടിപ്പിക്കാനുള്ള 14 ഇഞ്ചുണ്ട് കേട്ടോ. അപ്പോൾ 14 ഇഞ്ച് നീളത്തിലായിട്ട് നമുക്കൊരു സിബ് എടുക്കണം. അപ്പോൾ ഇതാ ഞാനൊരു സിബ് എടുത്തിട്ടുണ്ട്. ഇതാ 14 ഇഞ്ച് നീളമാണ് സിബിന് കേട്ടോ. അപ്പോൾ ഈ സിബിന് നമുക്ക് ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് 2 സൈഡിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക. ഇതാ ഇങ്ങനെ വെച്ചിട്ട് 2 സൈഡും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം അത്രയും ഒന്ന് ചെയ്യാം. 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു സിബ് നമ്മൾ ഈ തുണിയിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നടുക്ക് ഭാഗത്തായിട്ട് സിബ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ സിബിൻ്റെ ഒരു സൈഡ് ഇതാ ഇതുപോലെ റൗണ്ടായിട്ട് ആദ്യം തയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ സിബിൻ്റെ അടുത്ത ഭാഗത്തോട്ട് തുണിയുടെ അടുത്ത ഭാഗം അങ്ങ് റൗണ്ടായിട്ട് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ പേഴ്സിൻ്റെ ഉൾഭാഗത്ത് ആ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു വീതിയിൽ ഒരു തുണി എടുത്തിട്ട് ഇതിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ നേരെ വെച്ച് തയ്ച്ചിട്ട് അത് ചെറിയ വീതിയിൽ അങ്ങ് മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം നല്ല നീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, തയ്ക്കുന്ന കാണിക്കുന്നില്ല. ഇതിങ്ങനെ വെച്ച് ചെറിയ വീതിയിൽ അങ്ങ് മടക്കി തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ഇത് അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉൾഭാഗം കാണുമ്പോൾ നല്ല നീറ്റായിരിക്കും കേട്ടോ. അതിനുശേഷം ആ സിബ് ഓപ്പൺ ചെയ്ത് നമുക്ക് പേഴ്സിൻ്റെ നല്ല വശമാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല വശമാക്കി എടുക്കുക. ഒരു സിബിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ കൈവച്ച് നല്ലോണം അങ്ങനെ ആക്കി എടുക്കണം. അടിപൊളി ഒരു കൊച്ചു മണി പേഴ്സാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ കൊച്ചു മണി പേഴ്സ് നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. നമ്മുടെ ചില്ലറ പൈസ എല്ലാം നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ കയ്യിലിപ്പോൾ ഹാൻഡ് ബാഗ് ആണെങ്കിലും ഇത് ഈ ചില്ലറ പൈസ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേഴ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ചില്ലറ പൈസയൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. അത് അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതാ കുറച്ച് പൈസയൊക്കെ വെച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു മണി പേഴ്സാണ്. ഇതുപോലത്തെ പേഴ്സ് ആരും തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് തയ്ച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.